You pursue peace with everyone and keep holiness in your life. എന്തിനാ? If only you can see God, you can get the 9 gifts of the Holy Spirit. കർത്താവിനെ കണ്ടെങ്കിലേ നിങ്ങൾക്ക് 9 കൃപാവരം കിട്ടത്തുള്ളൂ. എല്ലാം പിടികിട്ടിയ? So in the office I was trying my hard. I was trying and praying and fasting hard. When other people are there in the fasting prayer, I was trying to get the gifts of the Holy Spirit. പറഞ്ഞില്ലേ, ഞാൻ ഇതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. So how many of you want the 9 gifts of the Holy Spirit? Some people are used by 1 gift, some people are used by 2 gifts. കണ്ടിട്ടില്ലേ? Some people are used in 3 gifts. ചില ആൾക്കാർക്ക് 3 കൃപാവരമായിരിക്കും ഉള്ളത്, ചില ആൾക്കാർക്ക് 4 ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? But Jesus had 9 gifts. യേശുവിന് 9 കൃപാവരമുണ്ട്. I told Jesus, I have never asked Jesus, give me money. പൈസ തരണമെന്നൊന്നും ഞാൻ ദൈവത്തോട് പറഞ്ഞില്ല. എനിക്ക് വേറെ എന്തെങ്കിലും സുഖസൗകര്യം വേണം പറഞ്ഞില്ല. But I want 9 gifts. എനിക്ക് 9 കൃപാവരമാണ്. Not 7 gift. Not 5 gift. I want 9 gifts. 9 കൃപാവരം വേണം. Not only 9 gifts, I want power. എത്ര പേർക്ക് മനസ്സിലായി? Why I am saying is, you have to change your prayer request. You have to change your desires. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റണം. God cannot give you if you are having any other prayer request. ഈ സ്നാനപ്പെട്ട ശേഷം പഴയ പ്രാർത്ഥന വിഷയം കൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? Before baptism, I was crying for deliverance. സ്നാനത്തിന് മുമ്പ് ഞാൻ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Whenever my mother look at me, she can see that I was kneeling down and praying for deliverance. എൻ്റെ അമ്മ നോക്കുമ്പോൾ, മുറിയുടെ വാതിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ മുട്ടുമേ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. After baptism, when my mother is looking, instead of praying for deliverance, I was glorifying God. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. Then my mother asked, why you stopped crying for the financial deliverance? നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ നിങ്ങളിപ്പോൾ എന്തിനു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ നീ ദൈവത്തിൻ്റെ അടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണേന്ന് പ്രാർത്ഥിക്കും, ഇപ്പം നീ അത് മാറി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അമ്മ ചോദിക്കുന്നത്? അമ്മയ്ക്ക് ഇത് അറിയത്തില്ല. Now I am in Christ. I am in Christ. I should no longer live for myself. I should live for Christ. എന്താണ് എഫേഷ്യൻസ് 2:20 വായിച്ചേ? Praise the Lord. എഫേഷ്യൻസ് 2 അല്ല, ഗലാഷ്യൻസ് 2:20. ഗലാഷ്യൻസ് 2:20 വായിച്ചേ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ I have been crucified with Christ. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. I am not living, but Christ is living in me. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഈ വചനം കാണിച്ചു കൊടുത്തു കേട്ടോ. My mother asked me, till yesterday, before going to baptism, you are crying for financial deliverance. നിങ്ങൾ സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമൊക്കെ എടുത്ത് കളഞ്ഞോന്ന് അമ്മ ചോദിച്ചു. ഞാൻ അപ്പോഴാണ് ഈ വചനം കാണിച്ചത്. എന്താ ഒന്നുകൂടെ വായിച്ചേ? I have been crucified with Christ. Galatians 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു എനിക്ക് ലോൺ അവിടെ തരണേന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈസ് ജീസസ് ക്രൈങ് ഗോഡ് ഗിവ് മീ ലോൺ? അങ്ങനെയാണ് ദൈവം യേശു കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കാണുമ്പോൾ അറിയാം നിങ്ങളുടെ നിലവാരം എന്താണെന്ന് അറിയാം. Tell me your prayer request. I will tell you what is your spiritual status. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്നോട് പറഞ്ഞു തരാം, നിങ്ങളുടെ ആത്മീയ നിലവാരം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. വല്ലതും പിടികിട്ടിയ? After baptism, I never prayed for myself or my family. സ്നാനപ്പെട്ട ശേഷം ഞാൻ എനിക്ക് വേണ്ടിയോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? It is no longer I that is living, but Christ is living in me. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ക്രിസ്തു പോയി റേഷൻ കടയിൽ ക്യൂ നിൽക്കുവോ? Will Jesus go and stand in the queue? No. The provision will come through ravens. കാക്ക കൊണ്ടുവരും, ഏലിയാവിന് കൊണ്ടുവന്നതുപോലെ. Why I am saying this? In the beginning, എന്താണ് ഇവിടെ ആദ്യം നിങ്ങളോട് പറഞ്ഞ കാര്യം? എന്താണ്? നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞു. You have to open and see who you are in Christ. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നും. When Christ was here, was he worried about his ministry? ശുശ്രൂഷയെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു ക്രിസ്തു. ഇവിടെ എത്ര പേര് ശുശ്രൂഷയെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നു? എത്ര പേർക്ക് ശുശ്രൂഷയെ കുറിച്ച് ഭാരമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അയാൾ ശുശ്രൂഷ ചെയ്യുന്നു, എനിക്ക് കിട്ടിയില്ല, അങ്ങനെ എത്ര ആരെങ്കിലും ഉണ്ടാ? അയാൾ കയറി വരുന്നു, അങ്ങനെ യേശു അങ്ങനെ ഭാരപ്പെട്ടു. എത്ര പേർക്ക് മനസ്സിലായി? So you have to activate this in your life. നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. After baptism, I am implementing Christ in me. എൻ്റെ സ്നാനത്തിന് ശേഷം ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാമോ? എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനെ എങ്ങനെ എന്നിൽ കൊണ്ടുവരാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Like a scientist trying to invent many things. ഒരു ശാസ്ത്രജ്ഞന്റെ ജോലി എന്താണ്? മനോരമ വായിച്ചുകൊണ്ടിരിക്കുകയാണോ? ശാസ്ത്രജ്ഞൻ എന്താണ്? ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്? അല്ല. Whenever you look is something, he is trying to invent something. അയാൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശാസ്ത്രജ്ഞൻ. The mind of a scientist is always trying to do something, to manufacture, to make something. അതാണ് ഒരു സയന്റിസ്റ്റ് അല്ലേ? Likewise, after baptism, what I am trying, ഞാൻ എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? Not to go abroad. It will go on the way. വിദേശത്ത് പോകാനല്ല, അതൊക്കെ അതിൻ്റെതായ സമയങ്ങളിൽ നടക്കും. What I was doing, I was trying to bring Christ in me. ക്രിസ്തുവിനെ എങ്ങനെ എന്നിൽ കൊണ്ടുവരാം? And you have to tell me how much percentage of Christ is in me. എൻ്റെ ശ്രമം അതാണ്. അപ്പോൾ അതിൽ എത്ര ശതമാനം ഉണ്ടെന്ന് നിങ്ങളാണ് പറയേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? വല്ലതും പിടികിട്ടിയെന്ന് അറിയത്തില്ല. I am trying my best to copy Christ. ഞാൻ എൻ്റെ ആവുമ്പാടും ശ്രമിക്കുന്നത് എന്താണ്? ക്രിസ്തുവിനെ അനുകരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത് അത് എത്ര ശതമാനമുണ്ട്. Why I am saying is this, you concentrate in these things. ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. I am not thinking about any other things. എനിക്ക് ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. I am not thinking. I have 2 daughters. Somebody is asking, are you looking for their marriage? I told God will look for their marriage. ദൈവമാണ് അവരുടെ വിവാഹം നടത്തുന്നത്. God did their education. ദൈവമാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. So God will do their marriage also. ദൈവം തന്നെ അവരുടെ വിവാഹമൊക്കെ നടത്തും.
then what is your duty? To bring Christ in you. ക്രിസ്തുവിനെ കൊണ്ടുവരും. അപ്പൊ എന്താ അവിടെ ആ വചനം ഒന്നുകൂടെ വായിച്ചേ? ഗലേഷ്യൻസ് 2:20. ആ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഇതാണ് ഇന്ന് നിങ്ങളുടെ ഹോംവർക്ക് കേട്ടോ. ഒരാഴ്ച ഇതാണ്. അതിൽ കയറിയില്ലെങ്കിൽ ഇത് തന്നെ വീണ്ടും ഇമ്പോസിഷൻ, ഇത് തന്നെ. ദിസ് ഈസ് യുവർ ഹോംവർക്ക്. എന്താണ് നിങ്ങൾക്കുള്ള ജോലി? അയ്യോ എനിക്ക് അവിടെ പാട്ട് പാടാൻ പോകണം, അല്ലെ വചനം പറയാം, അതല്ല. അത് പാടിയില്ലേലും കുഴപ്പമില്ല. നിങ്ങളുടെ ഹോംവർക്ക് എന്താണ്? ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. The neighbors should say Christ is in him.